അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമേരിക്കയോട് പൊരുതുന്ന ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. അപ്പോൾ അമേരിക്കയോട് പൊരുതുന്നു, ഇസ്രായേലിനോട് പൊരുതുന്നു. അവരിൽ മിസൈലുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവരാണ് ഇപ്പോൾ ഒരു മുസ്ലിമുകൾക്ക് ഒരു അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാക്കളെ സ്നേഹിക്കുകയോ ഷിയാക്കളുടെ വിശ്വാസം ശരിയെന്ന് പറയുകയോ ചെയ്യുന്ന ഒരു വസ്തുത നമ്മൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാരെല്ലാം നമ്മൾ അറിയിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പ്രത്യേകമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് ഇപ്പൊ ഈ ഇറാനിലും അതുപോലെ പരിസരങ്ങളിലുമൊക്കെ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ചിലപ്പോ ഇസ്രായേൽ ചെയ്യുന്ന കടുത്ത ധിക്കാരവും കടുത്ത അക്രമവും ആ ഇസ്രായേലികളോട് അവർ ചെയ്യുന്ന അക്രമം കാരണത്താൽ മനസ്സിന്റെ ഉള്ളിലുള്ള അങ്ങേരത് വെറുപ്പും ഇത് കാരണത്താൽ ചിലപ്പോ ഇറാന് ആയുള്ള വിഷയങ്ങൾ നടക്കുമ്പോ ഇറാനിലെ ഷിയാക്കൾ നല്ല ആൾക്കാരാണ് എന്ന് നമ്മളാരും വിചാരിക്കരുത്. ഷിയാക്കൾ വളരെ പിഴച്ചവരാണ്. അത് നമ്മുടെ മനസ്സിൽ നല്ല ഉറപ്പ് വേണം. ഷിയാക്കള് ഒരിക്കലും ഷിയാക്കളെ സ്നേഹിക്കാൻ പാടില്ല. പരാജയപ്പെടുത്തുന്ന ഇതിൽ അവർ ഇറാന് മാത്രമാണ് ശബ്ദിക്കുന്നത് ശത്രുവിനെതിരെ എന്ന് പറഞ്ഞിട്ട് എന്താ വേണ്ട, അവരോട് പ്രത്യേകമായ സ്നേഹമോ അവരോട് വിശ്വാസം ശരിയെന്നോ നാം വിചാരിക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. നമ്മൾ വിശ്വാസം കേടാക്കാൻ വേണ്ടി പല രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന പല കബളിപ്പിക്കലും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും പെടാതെ നാം രക്ഷ ഉള്ളവരാകണം. നമ്മുടെ ഈമാൻ സംരക്ഷിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈമാൻ സംരക്ഷിച്ച് ഈമാനോട് ജീവിച്ച് ഈമാനോട് മരിക്കുന്ന അല്ലാഹുവിന്റെ പൊരുത്തത്തോടുകൂടെ മരിക്കുന്ന മഹാഭാഗ്യശാലികളിൽ നമ്മൾ അല്ലാഹു തആല പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.